രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും തങ്ങൾക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ജനങ്ങൾക്കിടയിൽ കയറിപ്പറ്റുക എന്നുള്ളത്, ജനങ്ങളുടെ മനസ്സിനകത്തേക്ക് കയറിപ്പറ്റുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, നേതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ടാസ്ക്കാണ്. എന്നാൽ ഈ ടാസ്ക് ഇന്നത്തെ കാലത്ത് വളരെ ഭംഗിയായി ചെയ്തു കൊടുക്കുന്ന നിരവധി വർക്കുകളും ഏജൻസികളും വർക്ക് ഏജൻസികളും ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം പുതിയ കാലത്ത് പുതിയ തരത്തിലുള്ള മീഡിയ സംവിധാനങ്ങൾ, മറ്റു സംവിധാനങ്ങൾ എല്ലാം നിലനിൽക്കെ പഴയ കാലത്തെ അതേ രാഷ്ട്രീയ സമീപനം വെച്ച്, പ്രവർത്തന രീതി വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പുതിയ തലമുറയെയാണ് രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും അഭിസംബോധന ചെയ്യുന്നത്. അവരഭിമുഖീകരിക്കുമ്പോൾ അവരുടെ ടേസ്റ്റിനും ഇൻട്രസ്റ്റിനുമൊക്കെ അനുസരിച്ചുള്ള പ്രവർത്തന രീതികളും പ്രചരണ രീതികളും അവലംബിച്ചാൽ മാത്രമാണ് ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്കിടയിൽ, പുതിയ വോട്ടർമാർക്കിടയിലൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കും നേതാക്കൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കുമൊക്കെ കൃത്യമായ ബോധ്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏജൻസികളെയും അതുപോലെ തന്നെ രാഷ്ട്രീയ തന്ത്രജ്ഞരെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഉൾപ്പെടെയുള്ളത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, അവരുടെ മുഴുനീള രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇപ്പോൾ പണമൊക്കെ അത്യാവശ്യമുള്ള ആളുകളാണെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എല്ലാം കൈകാര്യം ചെയ്യാൻ അതുപോലെയുള്ള ഏജൻസികളെയും വ്യക്തികളെയും ഏൽപ്പിക്കുന്നത് നമുക്കറിയുന്ന കാര്യമാണ്. അങ്ങനെയുള്ള രാജ്യത്ത് ഇന്ന് അറിയപ്പെടുന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് പ്രശാന്ത് കിഷോർ എന്ന വ്യക്തിത്വം. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള വലിയ ചർച്ചകൾ, അദ്ദേഹമാണ് നരേന്ദ്രമോദിയെ ഗുജറാത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് BJPയെ 2014 അധികാരത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് അദ്ദേഹമാണ് എന്ന അഭിപ്രായമുണ്ട്. അതിന് കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ ഒന്നും ഇല്ലെങ്കിലും അത് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിനോടൊപ്പം അന്ന് പ്രവർത്തിച്ചിരുന്ന ടീമുകളിൽ പ്രധാനിയായിരുന്ന സുനിൽ കനഗേലു, ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിലാണ്. അദ്ദേഹമാണ് ഇപ്പോൾ കർണാടകയിൽ ഉൾപ്പെടെ കേരളത്തിലുൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയുടെ കോൺഗ്രസിൻ്റെയൊക്കെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത്, പ്രശാന്ത് കിഷോർ ഇപ്പോൾ ആർക്കെങ്കിലും വേണ്ടി വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അതിൽ ഒരു സംശയം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. 2014 നരേന്ദ്രമോദിക്ക് വേണ്ടി കൃത്യമായി പണിയെടുത്ത് നരേന്ദ്രമോദിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ BJPക്ക് 2014 അധികാരത്തിലെത്തിക്കുന്നതിൽ നിർണായകമായ പങ്ക് അദ്ദേഹം വഹിച്ചു. അതിനുശേഷം പലർക്കും വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. തമിഴ്നാട്ടിൽ TMKക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുന്നു. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിതീഷ് കുമാറിന് വേണ്ടി ബീഹാറിലും അദ്ദേഹം പ്രവർത്തിച്ചു. മഹാഗഡ്ബന്ധൻ സർക്കാരിന് വേണ്ടിയാണ്, അന്ന് RJDയും കോൺഗ്രസും ഒക്കെയുള്ള സർക്കാരിന് വേണ്ടിയും അദ്ദേഹം പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം BJPയുമായി തെറ്റിപ്പിരിച്ചു എന്ന് പറയുന്നു. നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിൽ JDയുടെ വൈസ് പ്രസിഡൻ്റായി അദ്ദേഹം നിതീഷ് കുമാറിൽ നിന്നും രണ്ടാമനായി അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പിന്നീട് അത് നിതീഷ് കുമാറുമായി തെറ്റിപ്പിരിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ഒരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയതിന് ശേഷം ബീഹാറിൽ കഴിഞ്ഞ 1.5 വർഷമായി പദയാത്രകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമാന്തരങ്ങളിലൂടെ, ബീഹാറിൻ്റെ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ബീഹാറിലെ അദ്ദേഹം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു പണിയും എടുക്കുന്നില്ല. പകരം ബീഹാറിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 1.5 വർഷം കഴിയുമ്പോൾ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രശാന്ത് കിഷോർ ഇപ്പോൾ ബീഹാറിലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. നിതീഷ് കുമാറുമായി ശക്തമായ എതിർപ്പിലാണ് അദ്ദേഹം ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിതീഷ് കുമാർ BJP നിതീഷ് കുമാറിനെ എടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ BJPയോട് പോലും പുള്ളിക്ക് ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം ഉള്ളതായി കാണുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇദ്ദേഹം ഇതൊക്കെ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഒരു വർക്കൊന്നും നടത്തുന്നില്ല, എൻ്റെ ലക്ഷ്യം ബീഹാറിലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കൃത്യമായി പരിശോധിച്ചാൽ അറിയാം, അദ്ദേഹം ഈ 2024 BJPക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു കൃത്യമായ ഒരു വർക്ക് ഏജൻറ്റിനെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനങ്ങൾ വരുന്നത്. ഒരു കാര്യം മാത്രം ഞാൻ ഈ വിഷയം പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചർച്ചയിൽ പ്രശാന്ത് കിഷോർ ഏജൻറ്റോ BJP ചാരനോ എന്ന ടൈറ്റിലിൽ അവർ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച ചെയ്യുന്നത് കാണാനിടയായി. അപ്പോൾ അത് ചർച്ച ചെയ്യാനിടയപ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വന്നത്. ഒരു 2 മാസം മുമ്പ്
ഏകദേശം ഫെബ്രുവരി മാസത്തിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ന്യായ് യാത്ര, ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഭാഗം അത് നടത്തിയത് ഭാരത് ന്യായ് യാത്ര എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ആ ഭാരത് ന്യായ് യാത്ര മണിപ്പൂരിൽ നിന്ന് രാഹുൽ ഗാന്ധി തുടങ്ങുമ്പോൾ ഈ പ്രശാന്ത് കിഷോർ അദ്ദേഹം രണ്ടാമത്തെ യാത്ര ആരംഭിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒന്നാമത്തെ യാത്രയിൽ ലഭിച്ച വലിയൊരു ഇമേജ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഇമേജ് വളരെ വലുതായിട്ട് ബിൽഡ് ആവുന്നത് കൊണ്ട്. കാരണം 3500 കിലോമീറ്ററോളം രാജ്യത്തൊട്ടാകെ പദയാത്ര നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു രാഷ്ട്രീയ നേതാവിന് അത്ര എളുപ്പത്തിൽ കഴിയുന്ന ഒരു കാര്യമല്ല. അത് രാഹുൽ ഗാന്ധി നടത്തി തെളിയിച്ചു. യാത്രയ്ക്ക് മുമ്പ് ഒരാൾ പോലും വിശ്വസിച്ചില്ല. പകുതിയാവുമ്പോൾ രാഹുൽ ഗാന്ധി യാത്ര ഇട്ടേച്ചു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി രാജ്യത്തെ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് വരുന്ന മനുഷ്യരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കാശ്മീരിൽ ആ യാത്ര അവസാനിക്കുന്നതും ആ യാത്രക്കിടയിലുണ്ടായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രസംഗങ്ങൾ, മഞ്ഞ് വീഴുമ്പോൾ, മഴ പെയ്യുമ്പോൾ, വെയിൽ വരുമ്പോൾ ഒക്കെ ഉള്ള ഫോട്ടോസുകൾ നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധി രണ്ടാമത് വീണ്ടും യാത്ര നടത്തുമ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ ഇമേജ് കൂടുതൽ വർദ്ധിക്കുമോ എന്ന ഭയം ആർക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതാണിരുന്നു ആ സമയത്തെ പ്രശാന്ത് കിഷോറിൻ്റെ പത്രപ്രസ്താവനകൾ. അദ്ദേഹം ആ സമയത്ത് ഗോഡി മീഡിയ എന്ന് പറയുന്ന മീഡിയകൾക്ക് മുഴുവൻ, അതുവരെ ചിത്രത്തിലില്ലായിരുന്ന പ്രശാന്ത് കിഷോർ രാഹുൽ ഗാന്ധി യാത്ര തുടങ്ങുന്ന ഘട്ടത്തിൽ എല്ലാ മാധ്യമങ്ങൾക്കും, പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങൾക്കും പ്രശാന്ത് കിഷോറിൻ്റെ ആ ഇൻ്റർവ്യൂവിലെല്ലാം അദ്ദേഹം പറഞ്ഞ കാര്യം രത്ന ചുരുക്കം ഇതായിരുന്നു: എന്തിനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ നിന്നൊരു യാത്ര? രാഹുൽ ഗാന്ധിയെ ഡീഗ്രേഡ് ചെയ്യുക 2014 ഇവർ ചെയ്തതാണ്. രാഹുൽ ഗാന്ധിയെ ഡീഗ്രേഡ് ചെയ്തിട്ട് രാഹുൽ ഗാന്ധിക്ക് എതിരാളി ആരാണോ, നരേന്ദ്രമോദിയാണെങ്കിൽ നരേന്ദ്രമോദിയെ വളരെ ഈസി ആയിട്ട് പൊക്കിക്കൊണ്ടുവരിക. ഒരാളെ പൊക്കിക്കൊണ്ടുവരുമ്പോൾ മറ്റൊരാളെ താഴ്ത്തിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവരുടെ PR വർക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇപ്പോഴും ഇവർ ചെയ്തത് രാഹുൽ ഗാന്ധി ഉയർന്നു വരുന്നു എന്ന് തോന്നിയ ഘട്ടത്തിൽ അപകടം മണത്തപ്പോഴാണ് തോന്നുന്നു ബീഹാറിൽ പദയാത്ര നടത്തിയിരുന്ന പ്രശാന്ത് കിഷോർ ഒരു സുപ്രഭാതത്തിൽ ദേശീയ മാധ്യമങ്ങൾക്ക് മുഴുവൻ, ഞാനും കരുതി എന്തിനാണ് ഇദ്ദേഹം ഈ സമയത്ത് ഒരു പ്രത്യേകതയുമില്ല, ദേശീയ മാധ്യമങ്ങൾക്ക് മുഴുവൻ അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അതിനൊരു കാരണമായി ആ സമയത്ത് പറഞ്ഞത് നിതീഷ് കുമാർ വീണ്ടും BJP പാളയത്തിലേക്ക് പോയി എന്നുള്ളതാണ്. കാരണം ഇദ്ദേഹം BJP പാളയത്തിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് ഇന്ത്യ മുന്നണിയിലേക്ക് വന്നപ്പോൾ തന്നെ നിതീഷ് കുമാർ വീണ്ടും BJPയിലേക്ക് പോകും, നിങ്ങൾ എഴുതി വെച്ചോളൂ എന്ന് പറഞ്ഞാണ്. അത് ശരിയാവും ചെയ്തു. അദ്ദേഹം അങ്ങനെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിലെത്തുമെന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും പ്രശാന്ത് കിഷോർ ഗോഡി മീഡിയയിൽ ഉൾപ്പെടെ കൃത്യമായി വെല്ലുവിളിച്ച് പറഞ്ഞു 100 സീറ്റിൻ്റെ മുകളിലേക്ക് BJP പശ്ചിമ ബംഗാളിൽ കടക്കില്ല എന്ന് പറഞ്ഞ് ആധികാരികമായി വിജയിക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞത് പ്രശാന്ത് കിഷോറായിരുന്നു. അന്ന് പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് അത് പ്രശാന്ത് കിഷോർ പണിയെടുക്കുകയും ചെയ്തിരുന്നു, PR വർക്ക് നടത്തിയിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിച്ചിരുന്നത് പ്രശാന്ത് കിഷോർ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇവിടെ രണ്ടാമത്തെ ഭാരത് ജോഡോ യാത്ര, ഭാരത് ന്യായ് യാത്ര എന്ന പേരിൽ രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ പ്രശാന്ത് കിഷോർ വന്ന് പറഞ്ഞത് ആ സമയത്താണ് മഹാരാഷ്ട്രയിലെ അശോക് ചവാൻ BJP വിടുന്നത്, അതോടൊപ്പം തന്നെ നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി വിടുന്നു. അപ്പോൾ ഇതൊക്കെ രാഹുൽ ഗാന്ധിയുടെ പരാജയമാണ്, കോൺഗ്രസിൻ്റെ പരാജയമാണ്. ഈ ഘട്ടത്തിൽ ഒരു യാത്രയല്ല രാഹുൽ ഗാന്ധി നടത്തുന്നത്. ഇദ്ദേഹം എന്തിനാണ് മണിപ്പൂരിൽ, അദ്ദേഹം അന്ന് ചാനലിനോട് പറഞ്ഞതാണ്, ഇയാൾ എന്തിനാണ് മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി പോയിരിക്കുന്നത്? ഇപ്പോൾ ഡൽഹിയിലിരിക്കണം, ഡൽഹിയിലെ ഓഫീസിലിരുന്ന് ഈ മുന്നണികളൊക്കെ വിളിച്ചു വരുത്തി ഒരു ഐക്യമുണ്ടാക്കണം, സീറ്റുകളുടെ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കണം. അതല്ലാതെ രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ നിന്നും ഇങ്ങനെ യാത്ര ചെയ്തുവിട്ട് എന്ത് കാര്യം എന്ന് നിരന്തരമായി മാധ്യമങ്ങളിലൂടെ പറയുന്നത് കേൾക്കാമായിരുന്നു. മാത്രമല്ല അദ്ദേഹം ആ സമയത്തും പറയുന്നുണ്ട് ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷകളുണ്ടായിരുന്നു, പക്ഷേ ഞാനില്ലാത്തത് കൊണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം, ഞാനില്ലാത്തത് കൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ആദ്യമേ കോൺഗ്രസിനോടും പറഞ്ഞതാണ്, ഞാൻ പറയുന്ന വഴിയിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ത്യയുടെ ഭരണം പിടിച്ചു തരാം എന്ന് പ്രശാന്ത് കിഷോർ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പ്രശാന്ത് കിഷോർ എന്താണോ പറയുന്നത് അത് കേട്ടിട്ട് ഇന്ത്യ മുന്നണിയുടെ മുഴുവൻ ആളുകളും അദ്ദേഹത്തിൻ്റെ പിറകെ പോയാൽ അതൊന്നും ഇന്ത്യ മുന്നണി ചെയ്യാത്തത് കൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സാധ്യതയുമില്ല. BJP തന്നെ 350 സീറ്റ് നേടി അധികാരത്തിലെത്തും. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു തന്ത്രജ്ഞൻ എന്ന് പറയുന്ന വ്യക്തി പറയണം. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി എന്തിനാണ് മണിപ്പൂരിൽ പോയി നടക്കുന്നത്? അവിടെ കലാപം നടക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ പോയാൽ അത് വീണ്ടും പ്രശ്നങ്ങളാവും. അദ്ദേഹം ഡൽഹിയിൽ വന്ന് സീറ്റ് ചർച്ച നടത്തട്ടെ, മുന്നണി ചർച്ചകൾ നടത്തട്ടെ. ഇദ്ദേഹം എന്ത് പരിപാടിയാണ്, ഇദ്ദേഹത്തിന് ആരാണ് ഉപദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ല.
ഓഫീസിലിരിക്കേണ്ട സമയത്ത് അദ്ദേഹം റോഡിലൂടെ നടക്കുന്നു, റോഡിലിരിക്കേണ്ട സമയത്ത് അദ്ദേഹം ഓഫീസിലിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധിയുടെ ഇമേജ് വർദ്ധിക്കുന്നു ജനങ്ങൾക്കിടയിൽ എന്ന് തോന്നിയ ഘട്ടത്തിൽ കോടി മീഡിയകൾക്ക് ഉൾപ്പെടെ ഇന്റർവ്യൂ കൊടുത്ത് വീണ്ടും രാഹുൽ ഗാന്ധിയെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമം നടത്തിയ ഒരു വ്യക്തിയാണ് പ്രശാന്ത് കിഷോർ. ആ പ്രശാന്ത് കിഷോറിനെ അദ്ദേഹത്തിൻ്റെ വചനങ്ങളെയെല്ലാം വലിയ മഹത് വാക്യങ്ങളാക്കി, അദ്ദേഹം പ്രവചനത്തിൽ വളരെ വിദഗ്ധനാണ് എന്നൊന്നും പറഞ്ഞ അർത്ഥമില്ല. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ തെറ്റിയിട്ടുണ്ട്. അദ്ദേഹം ചില ആളുകൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള PR വർക്കുകളും പരാജയപ്പെട്ടതായിട്ട് നമുക്കറിയുന്ന കാര്യമാണ്. ഏതായാലും പ്രശാന്ത് കിഷോർ BJPക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയെ, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ ഇകഴ്ത്താനുള്ള, അങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് പരിചയമുള്ള 2014 രാഹുൽ ഗാന്ധിയെ പപ്പുമോൻ വിളി ഉൾപ്പെടെയുള്ള ഡീഗ്രേഡിങ് ചെയ്യുന്നതിൽ പ്രധാനിയായിട്ടുള്ള ഇവരൊക്കെ തന്നെയാണ് ഇപ്പോഴും രാഹുൽ ഗാന്ധിയെ ഡീഗ്രേഡ് ചെയ്യാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടത്തുന്നു. അദ്ദേഹം പറയുന്നത് കേരളത്തിലും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ, തെലുങ്കാനയിൽ, കർണാടകയിലൊക്കെ BJP വലിയ മുന്നേറ്റം നേടും, നോർത്ത് ഇന്ത്യയിൽ BJPക്ക് ഉണ്ടാകുന്ന ക്ഷീണം ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് നേടും, BJP നികത്തും എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് പരിശോധിച്ച് നോക്കൂ. നമുക്കറിയാം, കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ 2024 കർണാടകയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും എത്ര സീറ്റുകൾ BJPക്ക് ലഭിക്കും എന്നുള്ളത് നമുക്ക് സ്വതവേ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന എല്ലാ ആളുകൾക്കും വ്യക്തമായി അറിയുന്ന കാര്യമാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നഷ്ടപ്പെടുന്ന സീറ്റുകൾ ഒരിക്കലും സൗത്ത് ഇന്ത്യയിൽ നിന്ന് മേക്കപ്പ് ചെയ്യാൻ BJPക്ക് കഴിയില്ല എന്നിരിക്കെ പ്രശാന്ത് കിഷോർ പറയുന്ന ഈ വാദങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്ന് മാത്രമല്ല, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇപ്പോഴും നരേന്ദ്രമോദിക്ക് വേണ്ടിയും BJPക്ക് വേണ്ടിയും പണിയെടുക്കുന്ന കേവലം ഒരു PR ഏജന്റ് മാത്രമാണ് പ്രശാന്ത് കിഷോർ.